ആ ഹലോ, ഞാൻ രാവിലത്തെ മീൻ മേടിക്കാമെന്നും പറഞ്ഞ് ആയൂരത്തേക്ക് ഇറങ്ങിയത്. ആയൂർ പാലം കയറി ഇങ്ങനെ പതിയെ 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 പോവുകയാണ്. ആയൂർ പാലത്തിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആയൂർ പമ്പിൽ ചെന്ന് എണ്ണ നോക്കിയപ്പോഴത്തേക്ക് എണ്ണയില്ല. ആയൂർ പമ്പിൽ കയറി ഫുൾ ടാങ്ക് എണ്ണ അടിച്ച്. എണ്ണ വിലയായപ്പോൾ 115 രൂപ. 115 രൂപ എണ്ണ വില. ഡെയിലി എണ്ണയ്ക്ക് വില ഓടിക്കൊണ്ടിരിക്കുക. എന്തോ ആയാലും എണ്ണ അടിച്ചാലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. നമുക്കാകെ ഉള്ളത് ഒരു 2 വീലറാണ്. ആ 2 വീലറിനകത്ത് നോക്കുന്ന രീതി യാത്ര ചെയ്യുക. എണ്ണ വില നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എവിടെ പോകണമെങ്കിലും ഏതൊരു വീട്ടിലൊരു 2 വീലർ ഇല്ലാതെ ഇല്ല. അത് എണ്ണയടിച്ച് പതിയെ ഞാൻ ആയൂർ മീൻ കടകളിലെങ്ങും ഫ്രഷായിട്ട് മീൻ കിട്ടാറില്ല. ഞാൻ സ്ഥിരമായിട്ട് മീൻ മേടിക്കാറുള്ള വാളകത്തു നിന്ന്. അങ്ങനെ ഞാൻ പതിയെ ആയൂർ ടൗണിൽ കൂടെ നേരെ ട്രാഫിക് സിഗ്നലിൽ ചെന്ന്. അവിടെ ഏത് സമയം നോക്കിയാലും ബ്ലോക്ക് തന്നെ. ബ്ലോക്കിൽ ഒഴിഞ്ഞൊരു സമയമില്ല. മഴയോ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. മഴക്കോളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ചെറിയ മഴ ചാറ്റലും ഉണ്ട്. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ റോഡിൽ കാണുന്നതിൽ നല്ല തിരക്കുമാണ്. റോഡിൽ തിരക്ക്. ഞാനങ്ങനെ വയക്കലെത്താനായി. വയക്കൽ ജംഗ്ഷൻ എത്തി. വയക്കൽ ജംഗ്ഷൻ വരെ എത്തിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് പോകുന്നത്. ഇങ്ങനെ പോയി വയക്കലെത്തി. വയക്കൽ ഏത് സമയം നോക്കിയാലും വയക്കൽ ഈ ഇടയ്ക്ക് ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്കൊരു അപകടം ഉണ്ടായി. എന്തോ തലനാരി കൊണ്ട് രക്ഷപ്പെട്ട്. എതിരെ വന്ന വണ്ടി നേരെ ഇങ്ങനെ പോയി. അടുത്ത സമയത്ത് ഇവിടെ ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, അൽത്തമാർ എന്നും പറഞ്ഞ്. അതിനടുത്ത് എത്താറായി. അതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഞാൻ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം മഴയായതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അതും കഴിഞ്ഞ് അതിന് തൊട്ടപ്പുറത്തായിട്ട് അമ്മ വീട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അമ്മ വീട് റെസ്റ്റോറൻറ്റ് റൈറ്റ് സൈഡിലായിട്ട് അമ്മ വീട് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ അവരോട് തുറക്കാറില്ല. അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ ഓഫീസ്. ഞാൻ വാളകം ജംഗ്ഷനിലെത്തി. വാളകം ജംഗ്ഷനിൽ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് തന്നെയാണ് മീൻ മേടിക്കുന്ന കട. അവിടെ ഏത് സമയം മീൻ കൊണ്ടുവന്നാലും ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ എത്ര വില കൂടിയാലും ആൾക്കാർക്ക് നല്ല മീൻ കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വന്ന് മേടിക്കും. മീനിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വില. അവർ വിഴിഞ്ഞത്തുനിന്നുണ്ട് ഫ്രഷ് മീൻ കൊണ്ടുവന്നതാണ്. ചാളയാണ് കൊണ്ടുവന്നത്. നല്ല സൂപ്പർ ചാള. 1 കിലോ ചാളയ്ക്ക് 400 രൂപയാണ്. 400 രൂപയായാലും നല്ല മീൻ കിട്ടി ആരായാലും മേടിക്കുമല്ലോ. മീനിന് വിലയാണ്, നല്ല വിലയാണ്. ഞാനും മേടിച്ച് 1/2 കിലോ മീൻ. ഇപ്പം മീനില്ലാതെ ഇപ്പം ചോറ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഏതൊരു വീട്ടിലും പച്ചക്കറി എത്ര ദിവസം കൂട്ടാനാണ്? മീൻ തന്നെ വേണം. മീനല്ലേ പറ്റൂ. എന്നും കോഴി ഇറച്ചിയും കൂട്ടി ബീഫോ കൂട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ. മീൻ തന്നെ ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഞാനും 1/2 കിലോ മീനും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിച്ചു.